നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ആത്മാവിനാലുള്ള വീണ്ടും ജനനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തെ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളോട് തൂതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. മരണശേഷം ദൈവത്തോടൊത്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം വീണ്ടും ജനിക്കുക, പുതിയൊരു ജന്മം പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക, ദൈവമകനാകുക എന്നുള്ളതാണ് എന്നാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്. ലോകത്തിലെ മത നേതാക്കളൊക്കെ ജീവിതം ശരിയാക്കണം, അതിന് റിപ്പയർ ചെയ്യണം, അത് നിങ്ങൾ പരിശ്രമിക്കണം, ഞങ്ങളും മതനേതാക്കളായി ഞങ്ങളും പരിശ്രമിക്കാം, ഞങ്ങളും നിങ്ങളും കൂടെ പരിശ്രമിച്ച് അങ്ങനെ നല്ല ഒരു ജീവിതചര്യ രൂപപ്പെടുത്താൻ സാധിച്ചാൽ അത് കണ്ട് ദൈവം പ്രസാദിക്കും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കണം, നല്ലത് നോക്കണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ആളുകൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ അതൊക്കെയാണ് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞത് ജീവിതത്തെ റിപ്പയർ ചെയ്യാൻ, സംസ്കരിക്കാൻ, നന്നാക്കാൻ, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവം തന്നെ പുതിയൊരു ജന്മം തരണം, ദൈവം തന്നെ നമ്മളെ പുതിയ സൃഷ്ടിയാക്കണം എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ യേശുവിടെ പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം അതായത് ആത്മാവാകുന്ന വെള്ളത്താൽ എന്നാണ്. അതായത് ദൈവാത്മാവ് വേണം അതിന് ബീജാഭാവം ചെയ്യാൻ. അതാണ് എൻ്റെ അർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് സ്ത്രീ-പുരുഷ ബന്ധത്തിൽ നിന്നാണ്. എന്നാൽ ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് എന്നാണ് യേശു പറഞ്ഞത്. പിതാവായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. ശപിക്കപ്പെട്ട നരയോഗ്യരായ ആദാമിൻ്റെ പാപനിമിത്തം ദൈവത്തെ ദുഃഖിപ്പിച്ച സകല മനുഷ്യരെയും തീർച്ചയായിട്ടും അവരെ നശിപ്പിക്കേണ്ടതാണ്. നരകം അവരുടെ അവകാശമാണ്. കാരണം അതാണ് ദൈവം ആദാമിനോട് പറഞ്ഞത്. ആദാം പാപം ചെയ്ത ശേഷമാണല്ലോ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടായത്. അതിൽ പാട്ടുള്ളവരും പ്രാർത്ഥനയുള്ളവരും ഭക്തിയുള്ളവരും വഴിപാടുകൾ കഴിക്കുന്നവരും ആരാധനയ്ക്ക് പോകുന്നവരും അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെ ഉണ്ട്, അല്ലാത്തവരുമുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെ നരയോഗ്യരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രവൃത്തി കൊണ്ട് നല്ല ആളുകൾ ഇവിടെ ഉണ്ട്, പെരുമാറ്റം കൊണ്ട് നല്ല ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം എല്ലാവരെക്കുറിച്ചും പറയുന്നത് അവരിൽ പാപമുണ്ട്, 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 അവർ സ്വർഗത്തിന് കൊള്ളുന്നവരല്ല എന്നാണ്. എന്നാൽ ദൈവാത്മാവ് മനുഷ്യന് വ്യാപരിക്കും. വേദപുസ്തകത്തിൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാണ്. ദൈവത്വത്തിൽ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പേരുള്ള 3 ആളത്വങ്ങളുണ്ട്. തുല്യശക്തിയുള്ള 3 ആളത്വങ്ങൾ. പിതാവ് നിത്യപിതാവ്, പുത്രൻ നിത്യപുത്രൻ, പരിശുദ്ധാത്മാവ് നിത്യാത്മാവ്. പിതാവ് ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രസാദിച്ചു. അതിൻ്റെ മാർഗമൊരുക്കിയത്, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്തത്, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യേണ്ടത് ചെയ്തത് യേശുവാണ്, പുത്രൻ തമ്പുരാനാണ്.
മനുഷ്യന്റെ നരകം അനുഭവിച്ചല്ലാതെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിന് പുത്രൻ തമ്പുരാൻ തയ്യാറായി. പിതാവ് ലോകത്തെ സ്നേഹിച്ചു. പിതാവിൻ്റെ സ്നേഹം പുത്രന് മനുഷ്യനോട് കൃപ തോന്നി മനുഷ്യന് വേണ്ടി യാഗമാകാൻ കുരിശിൽ, അതായത് ബേത്ലഹേമിലൊരു ചോരക്കുഞ്ഞായി പിറന്നു വീണ് അസ്രത്തിൽ വളർന്ന് യെരുശലേമിൽ മനുഷ്യന് നരകമേറ്റ് മനുഷ്യന് വേണ്ടി ബലിമൃഗമാകാൻ, യാഗമാകുവാൻ പുത്രൻ തമ്പുരാൻ തയ്യാറായി. ഈ കാര്യം ലോകത്തെ അറിയിക്കാനാണ് പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നിയോഗം. പരിശുദ്ധാത്മാവാൻ ദൈവം അദൃശ്യനായി ലോകത്തെല്ലായിടത്തുമുണ്ട്. സുവിശേഷ പ്രഭാഷണത്തിലൂടെ, മനുഷ്യൻ്റെ ആ സുവിശേഷ പ്രചരണത്തിലൂടെ, അത് സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ റേഡിയോ, TV തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയാകാം, കവല പ്രസംഗങ്ങളിലൂടെ, അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗങ്ങളിലൂടെയാകാം. എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൻ ദൈവം മനുഷ്യന് പാപബോധം നൽകി. ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമുണ്ട്, പിതാവ് എന്നെ സ്നേഹിച്ചു, പുത്രൻ എനിക്ക് വേണ്ടി യാഗമായി, പരിശുദ്ധാത്മാവ് ഈ കാര്യം എന്നെ അറിയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കുമ്പോഴാണ് ഒരു വീണ്ടും ജനനം മനുഷ്യനുണ്ടാകുന്നത്. അത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യെഹെസ്കേലിൻ്റെ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന്, അതായത് മനുഷ്യന് വീണ്ടും ജനനം ഉണ്ടാകുന്ന, ആത്മാവിനാലുള്ള ജനനം ഉണ്ടാകുന്ന, മനുഷ്യൻ പുതിയ സൃഷ്ടികളായിത്തീരുന്ന കാര്യം പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. ആ ആശയമാണ് യേശു ഇവിടെ നിക്കോദീമോസിനോട് പറയുന്നത്. അതായത് ആത്മാവാകുന്ന ആ വെള്ളത്താൽ ആണ്, ആത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്, ആത്മാവ് വ്യാപരിക്കുന്നതിനാലാണ്, പരിശുദ്ധാത്മാവ് പാപബോധം നൽകുന്നതിനാലാണ് യേശുവിനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ, അതിനാൽ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നത് എന്നാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്താലുള്ള അല്ലെങ്കിൽ ദൈവാത്മാവിനാലുള്ള ഒരു വീണ്ടും ജനനം, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരു പുനർജന്മം, ഒരു വീണ്ടും ജനനം ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.